ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസം കൊണ്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു നൈറ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്ന്. അപ്പം ഒരു ചെറിയ ഔട്ടിങ് പോലെ. സോ ഇന്ന് എൻ്റെ കൂടെ ആദ്യമുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റൽ അങ്ങനെ ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നേരെ കണ്ടത് തൊട്ടടുത്തുള്ള വീട്ടിലെ കാരോൾ വന്നതാണ് കേട്ടോ. സോ ഇതൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ദാറ്റ് ദ ക്രിസ്മസ് ഈസ് കമ്മിങ്. എന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഈ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റോഡിൽ എപ്പോഴും നല്ല തിരക്കാണ്. ഞങ്ങളൊരു ഓട്ടോയിൽ കയറി നേരെ സ്റ്റാച്യൂലോട്ട് വിട്ടു. മാക്സിലോട്ട് പോകാനാണ് കേട്ടോ പ്ലാൻ. ആദ്യയുടെ കസിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ മാക്സിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവളുടെ കസിൻ സിസ്റ്ററിനൊരു ബാഗ് വാങ്ങാനാണ് ഇവൾ പ്ലാൻ ചെയ്തത്. ഇതെല്ലാം 599 വരുന്ന ബാഗുകളാണ്. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. എനിക്കങ്ങനെ കുറേ ടൈം എടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഒരു ശീലമില്ല. എനിക്കത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ കൂടുതൽ അങ്ങനെ എടുത്ത് സെർച്ച് ചെയ്ത് അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നാൽ ഞാൻ എടുക്കുന്നതൊക്കെ അത്യാവശ്യം കൊള്ളാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഫൈനലി അവൾക്ക് വേണ്ടത് എന്താണോ അത് അവൾ സെലക്ട് ചെയ്തൊരു ബാഗ് എടുത്തു. പിന്നെ അല്ലാതെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങോട്ട് നെക്സ്റ്റ് എങ്ങോട്ട് എന്നൊരു ചോദ്യത്തിന് ആദ്യം ഒരേ ഒരു ആൻസറേ ഉണ്ടായിരുന്നുള്ളൂ, കോഫി വേണം. എടി നമുക്ക് കോഫി കുടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു ആടി വാ നമുക്ക് കോഫി കുടിക്കാം. അങ്ങനെ ഞങ്ങളൊരു കോഫി ഷോപ്പിൽ പോയി. പിന്നെ ഞങ്ങൾ 2 ഷവർമ വാങ്ങി. അതും കഴിച്ചു, കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും പാക്കപ്പ് ചെയ്തു. പിന്നെ നേരെ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ച് സമാധാനത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാളയം ചർച്ചിലോട്ട് പോയി. എനിക്കിങ്ങനത്തെ പീസായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഗോഡിനോട് ഇങ്ങനെ കുറച്ച് പരാതികളും വിഷമങ്ങളും ഒക്കെ പറയാം. അറ്റ് ദ സെയിം ടൈം മെൻ്റലി റിലാക്സ്ഡ് ആവാനും പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പരാതികളെല്ലാം പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പയ്യെ അവിടുന്ന് പാക്കപ്പ് ചെയ്തു. കാരണം അപ്പോൾ തന്നെ ടൈം ഒരുപാടായി. ഇനി ഹോസ്റ്റലിൽ എത്തണം, പിറ്റേ ദിവസം ജോലിക്ക് പോകണം. അങ്ങനെ 100 കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നൈസായിട്ട് ഒരു ഓട്ടോയിൽ കയറി പാക്കപ്പ് ചെയ്തു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കുഞ്ഞു മൊമെൻറ്റ്സുമായി കുഞ്ഞു വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ. ബൈ ബൈ. സീ യു.